ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കഷ്ണം ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഒട്ടും തന്നെ വിഷാംശമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ ഇടിച്ചക്ക. അപ്പോൾ ഏകദേശം എല്ലാം തന്നെ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഈ അളവിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയ ശേഷം ഇതെല്ലാം തന്നെ നമുക്ക് കുക്കറിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചക്കയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം 2 വിസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കുക്കറിൽ ഇട്ട് കൊടുത്ത ശേഷം 2 വിസിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനം കൂടിയാണ് കേട്ടോ നമ്മുടെ ചക്ക. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കൈ വെച്ച് തന്നെ ഇങ്ങനെ പൊടിപ്പൊടിയായി എടുക്കണം കേട്ടോ. അത് എല്ലാം തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിപ്പൊടിയായി എടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നമ്മുടെ കൈ വെച്ച് തന്നെ ചെയ്യണം. നമുക്ക് മിക്സിയിൽ അടിക്കണമെങ്കിൽ അടിക്കാം, പക്ഷേ മിക്സിയിൽ അടിച്ചാൽ കുറച്ചുകൂടെ ഒരു പേസ്റ്റ് പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എല്ലാം പൊടിപ്പൊടിയായി എടുക്കുകയാണ് കേട്ടോ. എല്ലാം തന്നെ ഒരേ ലെവലിൽ പൊടിപ്പൊടിയായി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു നാടൻ സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴത്തേനും അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മൂത്ത് വരുമ്പോഴത്തേനും സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം കൂടിയാണ് വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 വറ്റൽമുളകാണ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിക്കും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം പോകുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം നന്നായി മൂത്ത് വന്നിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് പൊടിപ്പൊടിയായി വെച്ചിരിക്കുന്ന ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ചക്കയിൽ ഉപ്പ് ഉണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ മസാലയൊക്കെ ചക്കയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചിരവി വെച്ച ഒരു മുറി തേങ്ങയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഏകദേശം ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തന്നെ നമ്മുടെ ചക്കിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ വിഷാംശമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ ഇടിച്ചക്ക. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒന്നും കൂടിയാണ് കേട്ടോ. നന്നായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്